ചൂട് അസഹ്യമായതോടെ വളർത്തുമൃഗങ്ങളും പരിഭ്രാന്തിയിലാണ്. സൂര്യാഘാതമേറ്റ് 33 കന്നുകാലികളാണ് അടുത്തിടെ ജില്ലയിൽ ചത്തത്. മൃഗസംരക്ഷണ വകുപ്പ് വേനൽ ചൂടിൽ നിന്ന് വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാനായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതോടെ അവ നടപ്പാക്കി തങ്ങളുടെ പശുക്കൾക്ക് ആശ്വാസത്തിന്റെ കുളിർ പകരുകയാണ് ജില്ലയിലെ ക്ഷീരകർഷകർ. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ എസ്റ്റേറ്റ് മുക്കിനടുത്ത് താമസിക്കുന്ന സഫീർ യുകെ പാരമ്പര്യമായി പശു വളർത്തലിൽ ഏർപ്പെട്ടയാളാണ്. 14 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഫീറിന് 10 പശുക്കളുണ്ട്. കൂടപ്പിറപ്പുകളെ പോലെ തന്റെ പശുക്കളെ പരിപാലിക്കുന്ന സഫീർ തൊഴുത്തിൽ 2 ഫാനുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. മരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് പൊതുവെ ചൂട് കുറവാണ്. എന്നാലും കനത്ത ചൂട് പശുക്കളെ ബാധിക്കുന്നുണ്ട്. ഒരു രക്ഷ എന്ന നിലയ്ക്കാണ് ഫാനുകൾ സ്ഥാപിച്ചത്. ചൂടായതിനാൽ ഒരു പശുവിൽ നിന്ന് 2 മുതൽ 3 ലിറ്റർ വരെ പാലിന്റെ അളവിൽ ലഭ്യത കുറവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫാന് 9 വർഷമായി ഫാനൊക്കെ വെച്ചിട്ട്. സ്വഭാവത്തിൽ മാറ്റം ചൂട് കൂടുമ്പോൾ അതിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാൻ വെച്ചെടുക്കുന്നത്. ചൂട് കൂടിയിട്ട് കഥയിലും പാലിന്റെ അളവിൽ കുറവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചെടുക്കുന്നത്. സഫീറിന്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള ഗ്യാസ് തൊഴുത്തിൽ നിന്നുള്ള ബയോഗ്യാസിലൂടെയാണ് ലഭിക്കുന്നത്. അതേസമയം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് വാങ്ങിയ വ്യക്തിയാണ് മേപ്പയൂർ വിളയാട്ടൂരിലെ എം സുരേന്ദ്രൻ. 1996 മുതൽ ചെറിയ രീതിയിൽ പശു വളർത്തലിൽ ഏർപ്പെട്ട അദ്ദേഹത്തിന് ഇപ്പോൾ 8 പശുക്കളുണ്ട്. തൊഴുത്തിലെ പശുക്കൾക്ക് ഫാനും മ്യൂസിക് ബോക്സും സുരേന്ദ്രൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരിക്കൽ മിന്നൽ ബാധിച്ചതിനെ തുടർന്ന് മ്യൂസിക് സിസ്റ്റം ഒഴിവാക്കേണ്ടി വന്നെങ്കിലും ഫാൻ പശുക്കൾക്കായി നിർത്താതെ കറങ്ങുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ മാറ്റം കൊണ്ട് നല്ല ശക്തിയായ ചൂട് കൊണ്ട് ഒരു 11:30-12 മണിക്ക് ഇടയ്ക്ക് ഇവർ നന്നായിട്ട് കേല വരും. കേല എന്ന നാട്ടിൽ പറയുന്നത് ഒക്കെ നല്ല കതപ്പും വരും. ആ സമയത്ത് ഞങ്ങൾ വന്ന് നന്നായിട്ട് കുളിപ്പിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ആ കതപ്പെല്ലാം മാറി നല്ല ഉഷാറാവും. പിന്നീട് ഒരു 2:45-3 മണിക്കിടയ്ക്കും ഈ ഒരു അവസ്ഥ തന്നെ വരും. അപ്പോൾ വീണ്ടും നനയ്ക്കും. ആകെ ഒരു 4-5 കുളി ഇവർക്കുണ്ട്. ചൂടിനെ ക്രമീകരിക്കാൻ തൊഴുത്തിൽ നല്ല വായുസഞ്ചാരം ലഭ്യമാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ AJ ജോയ് നിർദ്ദേശിക്കുന്നു. തൊഴുത്തിന്റെ മേൽക്കൂരയുടെ ഉയരം കൂട്ടുകയും ഭിത്തിയുടെ ഉയരം കുറയ്ക്കുകയും വേണം. തൊഴുത്തിൽ ഫാനുകൾ നിർബന്ധമാക്കുക. മേൽക്കൂരയിൽ ജൈവപന്തലായ കോവയ്ക്ക, ഫാഷൻ ഫ്രൂട്ട് എന്നിവ പടർത്തുക തുടങ്ങിയ നടപടികളും ചൂടിന് ശമനം വരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, രാവിലെ 11 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ വെയിലത്ത് പശുവിനെ കെട്ടാതിരിക്കുക. 2, തൊഴുത്തിൽ കെട്ടുന്ന പശുവാണെങ്കിൽ തൊഴുത്തിൽ മറയായിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ മറ തുണിയോ അല്ലെങ്കിൽ ഷീറ്റോ വെച്ച് മറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മറ മാറ്റി വായുസഞ്ചാരം നന്നായിട്ട് ഉറപ്പുവരുത്തുക. പിന്നെ ചെയ്യേണ്ടത് 24 മണിക്കൂറും തണുത്ത ശുദ്ധജലം കുടിക്കാൻ ലഭ്യമാകണം. പിന്നെ കട്ടി കൂടിയ ആഹാരങ്ങൾ രാവിലെയും വൈകുന്നേരം കൊടുക്കുക. കാലിത്തീറ്റയും രാവിലെയും വൈകുന്നേരം കൊടുക്കുക. പിന്നെ തീറ്റയിൽ പരമാവധി പച്ചിലകളോ പച്ചപ്പുല്ലോ കിട്ടുമെങ്കിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വൈക്കോല് പോലുള്ള കട്ടിയുള്ള ആഹാരം രാത്രിയിൽ മാത്രം കൊടുക്കുക. തൊഴുത്തിൽ പശുക്കളെ പൊതിയുന്ന കൊതുകിനെ തുരത്താനും ഫാൻ ഉപകരിക്കുന്നു. കത്തുന്ന ചൂടിൽ പശുക്കളുടെ വായിൽ നിന്ന് നുരയും പതയും വരൽ, കിതപ്പ് എന്നിവ അനുഭവപ്പെടുന്നതിനാൽ ഇതിനെ പ്രതിരോധിക്കാൻ ദിവസം 3 നേരം കന്നുകാലികളെ കുളിപ്പിക്കുന്നുണ്ടെന്നും ക്ഷീരകർഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.